പോളണ്ടിലേക്ക് റഷ്യയുടെ വ്യോമാക്രമണം. നിരവധി റഷ്യൻ ഡ്രോണുകളാണ് പോളണ്ടിന്റെ വ്യോമപരിധി ലംഘിച്ച് ആക്രമണം നടത്തിയത്. പോളണ്ടിന്റെയും നാറ്റോയുടെയും സൈനിക സംവിധാനങ്ങൾ ശക്തമായ പ്രതിരോധമാണ് റഷ്യൻ ഡ്രോണുകൾക്ക് നേരെ തീർത്തത്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം പോളണ്ടിന്റെ നേർക്കുള്ള ആദ്യത്തെ റഷ്യൻ ആക്രമണമാണ് ഇത്. വ്യോമപരിധി ലംഘനത്തെ ആക്രമണമായി പോളണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച പുലർച്ചെ ഉക്രൈന്റെ പടിഞ്ഞാറൻ പ്രദേശത്തേക്കുള്ള റഷ്യൻ വ്യോമാക്രമണത്തിനിടെ നിരവധി ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമപരിധിയിൽ കടന്നുകയറിയതായി പോളണ്ടിന്റെ സൈനിക കമാൻഡ് അറിയിച്ചു. 10ഓളം ഡ്രോണുകൾ റഡാറിൽ പിടികൂടിയതിനെ തുടർന്ന് പോളിഷ് എയർഫോഴ്സും നാറ്റോ പ്രതിരോധ സംവിധാനങ്ങളും ചേർന്ന് അവയെ വീഴ്ത്തിയതായി പോളണ്ട് പ്രതിരോധ മന്ത്രി വ്ളാഡിസ്ലാവ് കോസ്നിയാക് പറഞ്ഞു. ഇതൊരു സാധാരണ സുരക്ഷാ പ്രശ്നമല്ല, നമ്മുടെ വ്യോമപരിധിക്കെതിരായ വ്യക്തമായ ആക്രമണമാണ്. നാറ്റോ കമാൻഡിനെയും US അധികാരികളെയും ഇതിനകം തന്നെ ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡ്രോണുകൾ പെഡലാസ്കി, മസോവിയ, ലുബ്ലിൻ മേഖലകളിൽ എത്തി. ജനങ്ങളെ വീടുകളിൽ തന്നെ തുടരാൻ നിർദ്ദേശിക്കുകയും സുരക്ഷാ അലർട്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു. വാഴ്സോ ചോപ്പിൻ എയർപോർട്ട്, ലുബ്ലിൻ, റജിസോവ്, ജാസിയോങ്കോ വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. FAAയും വിമാന സർവീസുകളിൽ തടസ്സം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യ ബെലാറസ് സംയുക്ത സൈനിക പരിശീലനങ്ങൾ നടന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. അതിനാൽ പോളണ്ട്, ലിത്വാനിയ അതിർത്തികളിലും കൂടുതൽ ജാഗ്രത ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം പോളണ്ട് നേരിട്ടിടപെട്ട ആദ്യ സംഭവമാണിത്. അതിനാൽ തന്നെ ഇതോടെ യുദ്ധത്തിന്റെ പരിധി വ്യാപിക്കുമെന്ന ആശങ്കയും ഉയരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.